സിനിമയെ വെല്ലുന്ന തിരക്കഥകളാണ് പലപ്പോഴും നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലുണ്ടാവുക. കാലടിയിൽ പച്ചക്കറി വ്യാപാരിയുടെ മാനേജരെ കുത്തിവീഴ്ത്തി ലക്ഷങ്ങൾ കവർച്ച ചെയ്ത സംഭവത്തിനു പിന്നിലും വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു മോഷണത്തിന്റെ ചിത്രമാണ് പോലീസ് കണ്ടെത്തിയത്. ഡിസംബർ 27 2024 വൈകിട്ട് ഏകദേശം 5:15 മണിക്ക് ഈ ഒരു റോബറി നടത്തിയിരുന്നു കാലടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. ഒരു VKD വെജിറ്റബിൾസ് പേരുള്ള ഒരു വെജിറ്റബിൾ ഹോൾസെയിൽ കമ്പനിയാണ്. ഈ കമ്പനീൻ്റെ ഒരു മാനേജർ പേരാണ് ഡേവിസ് ജോലി ചെയ്തിട്ട് ഈ കളക്ഷനായിട്ട് പോകുന്ന സമയത്ത് ഈ 2 പേർ ഒരു ബ്ലൂ യാമഹ R15 ബൈക്കിൽ വന്നിട്ട് they intercepted him. പിന്നെ ഒരു പേപ്പർ സ്പ്രേ ഒരാൾ പുറകിൽ ഇരിക്കലുള്ള ഒരാൾ പേപ്പർ സ്പ്രേ ഉപയോഗം ചെയ്തിട്ട് ഇയാളിൻ്റെ മുഖമിൽ പേപ്പർ സ്പ്രേ അടിച്ചിരുന്നു. മാത്രമല്ല പിന്നെ ഒരു നൈഫിനെ സ്റ്റാബ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം 20-21 lakhs ഉള്ള ഒരു റോബറി ഉണ്ടായിരുന്നു. അത് കൊണ്ടുപോയിരുന്നു. 27-ാം തീയതി 5:15 ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ പൈസ കൊണ്ട് വരുമ്പോൾ ഇവിടെ ഈ സ്പോട്ടിൽ വെച്ചാണ് എന്നെ വണ്ടി തടഞ്ഞിട്ട് നിർത്തി. 2 പേര് ബൈക്കിന് വന്ന 2 പേര് എൻ്റെ ബാക്കിലിരിക്കുന്ന ആൾ കുത്തി പൈസയായിട്ട് കടന്നു കളഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 27 വൈകിട്ട് 5 മണിയോടെ കാലടിയിലെ VKD വെജിറ്റബിൾസ് എന്ന സ്ഥാപനത്തിൽ നിന്നും അന്നത്തെ കളക്ഷൻ തുക ഏൽപ്പിക്കാനായി ഉടമയുടെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്നു മാനേജർ തങ്കച്ചൻ എന്ന് വിളിക്കുന്ന ഡേവിസ്. പച്ചക്കറിയുടെ മൊത്ത വ്യാപാരമായതുകൊണ്ട് പല കേന്ദ്രങ്ങളിൽ നിന്നായി വരുന്ന കളക്ഷൻ മൊത്തമായി വലിയൊരു തുക ഉണ്ടായിരുന്നു. ബാങ്ക് സമയം കഴിഞ്ഞതുകൊണ്ട് അത് ഉടമയുടെ വീട്ടിൽ ഏൽപ്പിക്കാനാണ് ഡേവിസ് സ്കൂട്ടറിൽ പുറപ്പെട്ടത്. കാലടി ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്കുള്ളതിനാൽ പഞ്ചായത്തിന് സമീപത്തുള്ള BSNL റോഡിലൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ ബൈക്കിൽ 2 പേർ ഹെൽമറ്റ് ധരിച്ച് പിന്തുടരുകയും കാലടി കാഞ്ഞൂർ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തിനടുത്തു വെച്ച് ബൈക്കിലെത്തിയവർ ഡേവിസിന്റെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിക്കുകയും ചെയ്തു. തുടർന്ന് താഴെ വീണ ഡേവിസിന്റെ വയറ്റിൽ കത്തികൊണ്ട് കുത്തിയ ശേഷം സ്കൂട്ടറിന്റെ ബോക്സിൽ നിന്നും 2 ബണ്ടിൽ പണവുമെടുത്ത് കാഞ്ഞൂർ ഭാഗത്തേക്ക് പോയി. ഈ സമയം സ്ഥാപനത്തിലെ മറ്റൊരു സ്റ്റാഫ് തൊട്ടുമുൻപിലായി മകനൊപ്പം ബൈക്കിൽ പോകുന്നുണ്ടായിരുന്നു. ഡേവിസിന്റെ കരച്ചിൽ കേട്ട് അവർ തിരിച്ചു വന്ന് നോക്കിയപ്പോഴാണ് വിവരമറിയുന്നത്. ഞങ്ങൾ അങ്ങനെ അവിടെ റോഡ് കടന്ന് കാഞ്ഞൂരാണ് എൻ്റെ വീട്. അപ്പോൾ കാഞ്ഞൂർ റോഡിലേക്ക് കടന്നു കഴിഞ്ഞ് മഠത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ചേട്ടനെ കാണാനില്ല. അപ്പോൾ ഞാൻ വേഗം ചേട്ടനോട് പറഞ്ഞു, മോനോട് പറഞ്ഞു, അങ്ങനെ മോനെ തങ്കഞ്ഞാൻ എന്തോ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി തിരിക്കടാന്ന് പറഞ്ഞു. ഞാൻ വേഗം വണ്ടി തിരിച്ചു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ വയറും പൊത്തിപ്പിടിച്ചുകൊണ്ട് ചോരയിൽ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ എന്നെ കുത്തിയിട്ട് ക്യാഷ് കൊണ്ട് പോയെന്ന് പറഞ്ഞു. അത് പിന്നെ അപ്പം തന്നെ ചേട്ടൻ അവിടെ നിന്ന് വണ്ടിക്കാരോട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വണ്ടിക്കാരും അത് മൈൻഡ് ചെയ്തില്ല. പിന്നെ മോൻ തന്നെ അങ്കിൾ വണ്ടിയിൽ കയറി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ PMM ഹോസ്പിറ്റലിൽ പോയി. ഏകദേശം 20 ലക്ഷത്തോളം രൂപയാണ് കവർച്ചക്കാർ കൊണ്ടുപോയത്. ഇത്രയും വലിയൊരു തുകയുമായി പോകുന്നുണ്ട് എന്ന വിവരം അറിയാവുന്ന ആരെങ്കിലും ഇതിനു പിന്നിലുണ്ടായിരിക്കുമെന്ന് അന്നേ വ്യക്തമായിരുന്നു. തന്റെ സ്ഥാപനത്തിൽ നിന്നും ചില ഉത്തരവാദിത്വമില്ലാത്ത ഡ്രൈവർമാരെ പിരിച്ചുവിട്ടിട്ടുണ്ടെന്ന് ഉടമ VP തങ്കച്ചൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും അവരിൽ നിന്നൊരു തെറ്റോ കുറ്റമൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശാസിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞുകൂടെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ പലരെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഡ്രൈവർമാരായിട്ട് നിന്നവരും അങ്ങനെ മറ്റുള്ളവർ പലരെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വഴിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും തൊട്ടടുത്തുള്ള ഒരു ആളിൽ നിന്ന് വന്നിരിക്കുന്നൊരു സംഭവമല്ല, എന്നോ കുറച്ച് അകലിൽ നിന്ന് വന്നിരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ആരോ അതിൻ്റെ പുറയിലൊരു ഒറ്റുണ്ടാകണം. സംഭവത്തിൽ റൂറൽ SP വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ഊർജിതമാക്കുകയും 18 ദിവസത്തിനുള്ളിൽ കേസിലെ 10 പ്രതികളെയും പോലീസ് പിടികൂടുകയും ചെയ്തപ്പോൾ ചുരുളഴിഞ്ഞത് ജയിലിൽ വെച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ കഥയാണ്. ഈ സ്ഥാപനത്തിൽ ഒരാൾ നേരിട്ട് നമ്മുടെ അക്യൂസ് നമ്പർ 3 ആണ്. നേരിട്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു.
ഈ ആൾ ഒരു വേറെ ഒരു പോക്സോ കേസിൽ തൃശ്ശൂർ സബ് ജയിലിൽ ഉണ്ടായിരുന്നു. ആ സബ് ജയിലിൽ ഉണ്ടായ സമയത്ത് ഈ ആദ്യം അക്യൂസ് നമ്പർ 1 വിഷ്ണുവിനെ ജയിലിലേക്ക് കണ്ടു. അവിടെ ഈ എല്ലാ ഗൂഢാലോചന ഫോം ആയിരുന്നു. നമ്പർ 2 അനീഷ്, പിന്നെ അക്യൂസ് നമ്പർ 4 സഞ്ജു. ഈ രണ്ടുപേരും ഇവർക്ക് എത്രയും കുറേ ഇഷ്ടംപോലെ കേസസ് ഉണ്ടായിരുന്നു നേരത്തെ. സോ ഇവരും ജയിലിൽ സെയിം ജയിലിൽ പോകുമ്പോൾ ഈ എല്ലാവരും ഒരു മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് പോലെ ഒരു കോൺസ്പിറസി പോലെ ഫോം ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് കുറേ തവണ ഇവിടെ പ്രിപ്പറേഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. കേസിലെ മൂന്നാം പ്രതിയായ അനിൽകുമാർ VKD കമ്പനിയിലെ ഡ്രൈവറായിരുന്നു. 2023 ഫെബ്രുവരിയിൽ ഇയാൾ ഒരു പോക്സോ കേസിൽ പ്രതിയായി ഇരിങ്ങാലക്കുട സബ് ജയിലിൽ കഴിയുമ്പോൾ അവിടെ തടവുകാരായി ഉണ്ടായിരുന്ന ഒന്നാം പ്രതി വിഷ്ണു, രണ്ടാം പ്രതി അനീസ്, നാലാം പ്രതി സഞ്ജു എന്നിവരെ പരിചയപ്പെട്ടു. ജയിലിനകത്തു വെച്ചാണ് കമ്പനിയിലെ മാനേജർ പണവുമായി പോകുമ്പോൾ കവർച്ച ചെയ്യുന്ന കാര്യം ഇവർ ഗൂഢാലോചന നടത്തുന്നത്. ജയിലിന് പുറത്തിറങ്ങിയ അനിൽകുമാർ വീണ്ടും ഡ്രൈവറായി VKD കമ്പനിയിൽ ജോലിക്ക് കയറിയെങ്കിലും അധികം വൈകാതെ മനഃപൂർവ്വം എന്തോ കാരണമുണ്ടാക്കി പിരിഞ്ഞു പോവുകയും ചെയ്തു. തുടർന്നുള്ള 3 മാസങ്ങൾ ജയിലിന് പുറത്തിറങ്ങിയ പ്രതികൾ 4 പേരും പല സ്ഥലങ്ങളിൽ ഒത്തുചേരുകയും മോഷണം ആസൂത്രണം ചെയ്യുകയും ചെയ്തു. വാടകയ്ക്കെടുത്ത ബൈക്കിൽ ഡേവിസിനെ പിന്തുടർന്ന വിഷ്ണുവും അനീസും പെപ്പർ സ്പ്രേ മുഖത്തടിച്ചാണ് ഡേവിസിനെ വീഴ്ത്തിയത്. സംഭവ സ്ഥലത്തു നിന്നും ലഭിച്ച ആ ബോട്ടിലിൽ നിന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സംഭവം സ്ഥലം നിന്ന് നമുക്ക് ഒരു പെപ്പർ സ്പ്രേന്റെ ബോട്ടിൽ കിട്ടിയിരുന്നു. ആ പെപ്പർ സ്പ്രേന്റെ ബോട്ടിലിൽ ഒരു ബാച്ച് നമ്പർ പിന്നെ ഒരു നമ്പർ ഉണ്ടായിരുന്നു. നമ്പറിൽ കോൾ ചെയ്തിട്ട് നമുക്ക് മനസ്സിലായത് ഫ്ലിപ്കാർട്ടിലുള്ള നമ്പറാണ്. സോ ഇത് ഫ്ലിപ്കാർട്ടിന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു പെപ്പർ സ്പ്രേ ബോട്ടിലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിന് കേരളയിലേക്ക് ഓർഡർ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ശേഖരിച്ചു. പിന്നെ നമുക്ക് ഒരു 2 അബ്നോർമൽ നമ്പർ കുറിച്ച് കിട്ടി. ആ നമ്പർ കുറച്ച് സംശയമുള്ള നമ്പറായിരുന്നു. നമ്പർ നോക്കിയിട്ട് നമുക്ക് മനസ്സിലായി ഇത് ഒരു തൃശ്ശൂർ റൂറലിൽ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകിച്ചും ഒരു ഗ്യാങ് മെമ്പറിൻ്റെ നമ്പറാണ്. കുറേ കേസുകളുള്ള പ്രതിയുള്ള ആളിൻ്റെ നമ്പറാണ്. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും അവരുടെ പോസ്റ്റ് എല്ലാം ഫോളോ ചെയ്തിട്ട് പിന്നെ അവരുടെ മൊബൈൽ നമ്പേഴ്സിൻ്റെ ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പേഴ്സിൻ്റെ ലൊക്കേഷൻ എടുക്കിയിട്ട് പിന്നെ തൃശ്ശൂർ റൂറൽ പോലീസ് DYSP കൊടുങ്ങല്ലൂരിൻ്റെ പ്രത്യേകിച്ചും സ്ക്വാഡ് പിന്നെ വയനാട് പോലീസ് ഉദ്യോഗസ്ഥർ കുറേ ആൾക്കാർ നമുക്ക് ഹെൽപ്പ് ചെയ്തു. പ്രതികൾ കവർച്ചയ്ക്ക് ശേഷം ബൈക്കിൽ പോകുന്ന CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതിൽ നിന്നും പ്രതികളുടെ ലൊക്കേഷനെക്കുറിച്ച് വിവരം ലഭിച്ച പോലീസ് ബൈക്ക് കസ്റ്റഡിയിലെടുത്തെങ്കിലും സംഭവത്തിന് ശേഷം വിഷ്ണുവും അനീസും 2 വഴികളിലായി മുങ്ങിയിരുന്നു. പെപ്പർ സ്പ്രേയുടെ ബാച്ച് നമ്പറിൽ നിന്നും അത് ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിയതാണെന്ന് മനസ്സിലായി. തുടർന്ന് സമീപ മാസങ്ങളിൽ ഫ്ലിപ്കാർട്ട് വഴി പെപ്പർ സ്പ്രേ വാങ്ങിയവരുടെ അഡ്രസ് പരിശോധിച്ച് അതിൽ നിന്നും ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെട്ട ഒരാളുടെ നമ്പർ ലഭിക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണം പ്രതികളിൽ ചെന്നെത്തുകയുമായിരുന്നു. വിഷ്ണുവിനെ പഴനിയിൽ നിന്നും അനീസിനെ വയനാട് നിന്നുമാണ് പോലീസ് പിടികൂടിയത്. ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ചതും ബൈക്ക് വാടകയ്ക്കെടുത്തു നൽകിയതും മോഷ്ടിച്ച പണം കൈവശം വെച്ചതുമായി 6 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു, അനീസ്, അനിൽകുമാർ, സഞ്ജയ് എന്നീ 4 പേരും ഈ കവർച്ചയ്ക്ക് പുറമെ പോക്സോ, സ്പിരിറ്റ് കടത്തൽ, വധശ്രമം ഉൾപ്പെടെ വേറെയും നിരവധി കേസുകളിൽ പ്രതികളാണ്. വീണ്ടും അടുത്ത കുത്ത് ഉണ്ടാവുന്നില്ല. ഇവരെന്തായാലും പൈസ എടുക്കാൻ ഞാൻ പിന്നെ അടുത്ത കുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബാക്കിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ അല്ല ഇങ്ങനെ തന്നെ ബാക്കിലേക്ക് പോകും. അല്ലെങ്കിൽ വീണ്ടും ഒരു കുത്തു കൂടി കുത്തൂല. നമ്മൾ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ബാക്കിലേക്ക് പോകുന്നു. അവിടെ സംഭവം നടക്കിയതിന് ശേഷം ഉടൻ തന്നെ പോലീസ് വളരെ ആക്റ്റീവായിട്ടുള്ള രീതിയിൽ അവിടെ സ്ഥലമിൽ എത്തിയിരുന്നു. ഒരു പ്രത്യേകിച്ചും ഒരു 27-28 പേരുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ആയിരുന്നു. ASP പെരുമ്പാവൂർ ശ്രീ ശക്തി സിംഗ് ആര്യ IPS, ശ്രീ രാജേഷ് DYSP ആലുവ, ശ്രീ അനിൽകുമാർ ടി മെപ്പേലി ഇൻസ്പെക്ടർ പോലീസ് കാലടി, ശ്രീ ജോസി M ജോൺസൺ പ്രിൻസിപ്പൽ SI, ശ്രീ സുധീർ TV SI, ജെയിംസ് മാത്യു SI, ഷിജു SI, റെജിമോൻ SI, ഉന്നി OA SI, റജി ASI, മനോജ് SCPO ഷംസു, SCPO ഷിജു പോൾ, SCPO ഷിബു അയ്യപ്പൻ, ASI നൈജു, ASI സെബാസ്റ്റ്യൻ, SCPO രഞ്ജീത് MR, SI അഭിജിത്ത്, SI ആഷിഖ്, ASI അബ്ദുൽ മനാഫ്, SCPO വർഗീസ്, SCPO അഫ്സൽ, SCPO ബെന്നി, SCPO രാഹുൽ, SCPO റിതേഷ്, SCPO രതീഷ്. അത്ര വലിയ ഒരു പ്രത്യേകിച്ചും ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഘം ഫോം ചെയ്തിരുന്നു. സമീപകാലത്ത് പ്രദേശത്ത് നടന്നിട്ടുള്ള ഓരോ വലിയ കവർച്ചയുടെയും പിന്നിൽ ഇത്തരത്തിൽ കൂട്ടത്തിൽ നിന്ന് ചതിക്കുന്ന ആളുകളെയാണ് കാണാൻ കഴിയുക.
അങ്ങനെ കാലടിയിലെ കവർച്ചയ്ക്ക് പിന്നിലെ സംഭവങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. കേരള പോലീസിന്റെ ക്രിയാത്മകതയ്ക്കും സൂക്ഷ്മമായ അന്വേഷണത്തിനും ഒരു ബിഗ് സല്യൂട്ട്. ജോലി ചെയ്യാതെ പണം സമ്പാദിക്കാനും ആർഭാടമായി ജീവിക്കാനുള്ള കുറുക്കുവഴികൾ തേടുന്നവരും വർദ്ധിച്ചു വരികയാണ്. ഒപ്പം മോഷണങ്ങളും. കൂടെ നിൽക്കുന്നവരെ പോലും സാമ്പത്തിക കാര്യങ്ങളിൽ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കരുതിയിരിക്കുക, ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ കൂട്ടത്തിലും ഒറ്റുകാരുണ്ടാകാം. ചതിയിൽ അകപ്പെടാതിരിക്കുക.